ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോളോ? മസ്താനി എങ്ങനെയാണ് ആന്റി LGBT ആവുക? അന്തസ് എന്ന് പറഞ്ഞൊരു സാധനം മസ്താനിക്ക് ഉണ്ടെങ്കിൽ മസ്താനി ഈ ക്വീർ ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് ഇന്റർവ്യൂ എരന്ന് ചോദിച്ച് ഇന്റർവ്യൂ തരുമോ പേയ്മെന്റ് കുറവാണെന്ന് പറഞ്ഞ് എരന്ന് ചോദിച്ച് അവരെ ഇന്റർവ്യൂ എടുത്ത് അതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കി ആ കിട്ടിയ പേയ്മെന്റിന് കുടുംബത്തിൽ അരി വാങ്ങി തിന്ന് ഉളുപ്പില്ലാത്ത മസ്താനിക്ക് എങ്ങനെ ആന്റി LGBT ആവാൻ പറ്റുന്നു? എങ്ങനെ അന്തസ് ഉണ്ടെങ്കിൽ പറയണം, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, എനിക്ക് നിങ്ങളെ ഇന്റർവ്യൂ എടുക്കാൻ താല്പര്യമില്ല. എന്നാൽ ഇവരെയൊക്കെ തന്നെ ഇന്റർവ്യൂ എടുക്കുകയും വേണം, ഇവരുടെയൊക്കെ കോണ്ടന്റ് വേണേ താനും, എന്നിട്ട് പറയുന്നത് ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് ഒരു താല്പര്യമില്ല. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിനൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവ ഈ രണ്ട് പിള്ളേരെ നൂറിനെ ആദിലിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂസ് എത്ര എണ്ണം എടുത്തിട്ടുണ്ട് ഈ മസ്താനി? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട, ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ ഈ മസ്താനി ഇത് നോർമലൈസിങ് ആയിരുന്നില്ലേ? മസ്താനി എന്ന് പറഞ്ഞ ആൾക്ക് തൊലിക്കട്ടി അപാരം, അത് വേറെ കാര്യം. മലാക്കാരൊക്കെ തേച്ചിട്ട് പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും തൊലിക്കട്ടി ഭയങ്കര അപാരമാണ്. പക്ഷെ മസ്താനിക്ക് നിലപാട് എന്ന് പറയുന്ന സാധനം, ഒരു ക്യാരക്ടർ ഇല്ലാത്ത വ്യക്തി. ഈ മസ്താനി കാണിക്കുന്നത് ഈ വിക്ടിമായിട്ട് നിൽക്കുന്ന ഒത്തിരി സ്ത്രീകളുടെ ഇമേജിനെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, വിക്ടിംസിനെ തന്നെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ മസ്താനി കാണിക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പിന്നെ മസ്താനിക്ക് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നേരിടുന്ന, സ്ട്രഗിൾസ് നേരിടുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം മസ്താനി തന്നെ പറയുന്നുണ്ട്, മസ്താനിയുടെ അമ്മ ഭയങ്കര സ്ട്രഗിളിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്, ഫാദർ ഓഫ് ദി ഫാമിലി മസ്താനിയാണെന്ന്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെ മറ്റൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വീട്ടിൽ നിന്നും അംഗീകരിക്കപ്പെടാത്ത, സമൂഹത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒപ്രസ്ഡ് ആയിട്ടുള്ള രണ്ട് സ്ത്രീകളെ എങ്ങനെയാണ് ബ്ലെയിം ചെയ്യാൻ പറ്റുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എങ്ങനെ ആ ഒരു മൈൻഡ് വരുന്നത്? അത് മാത്രല്ല, അവരൊരു ഇൻഫ്ലുവൻസർ കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇങ്ങനെ പറയുമ്പോ അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് അവരിപ്പോ ഈ ലൊക്കഡാസ്, ഈ ഇൻഫ്ലുവൻസിങ് ഇതല്ലേ, നാഷണൽ അവാർഡ് കിട്ടി, പത്മശ്രീ കിട്ടിയിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ അവരെ അടിച്ച് ഇരുത്തി. ഇതൊക്കെ എന്ത് ലിവിങ് സൂപ്പർ ഹീറോ ആയിട്ടുള്ള ലാലേട്ടൻ തന്നെ ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തള്ളു നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു വ്യക്തിയിൽ നിന്നും ഇത്രയും മോശമായിട്ടുള്ള വാക്കുകൾ, അല്ലെ ഇത്രയും ചീത്ത കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും സീസണിൽ ഈ മസ്താനിയും ലക്ഷ്മിയും തന്നെയാണ്. തൊലിക്കട്ടി അപാരം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഞാൻ പോകുന്നു. ബൈ.